നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ CPM-ന് നിയന്ത്രണാതീതമായ രീതിയിൽ ചങ്കിടിപ്പ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്മകുമാറിലേക്ക് ഏത് നിമിഷവും SIT എത്തും എന്നുള്ളൊരു ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം അചഞ്ചലനായി നിൽക്കുന്ന CPM-ന്റെ ചങ്കുറപ്പുള്ള നേതാവിനെയാണ് പത്മകുമാറിൽ അന്ന് കേരളം കണ്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന 2019-ലാണ് ശബരിമല കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ആൾ, അല്ലെങ്കിൽ പത്മകുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരവതാരം ശബരിമലയിലേക്ക് എത്തുന്നതും ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്പോൺസർ ആയി നിന്നുകൊണ്ട് അവിടെ ചില തിരിമറികൾ നടത്തുന്നതും തീവട്ടിക്കൊള്ള നടത്തുന്നതും. ഇത്തരം അവതാരങ്ങളെ ശബരിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് താനല്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷം പത്മകുമാർ പറയുന്നുണ്ടായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ എനിക്ക് യാതൊരു തരത്തിലും പങ്കില്ല, അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും ഞാൻ അടിച്ചു മാറ്റിയിട്ടില്ല, എൻ്റെ കാലത്ത് അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിച്ചിട്ടില്ല എന്നൊക്കെ ഘോരം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രസംഗിച്ച പത്മകുമാർ തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അതും ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണ തീവട്ടിക്കൊള്ളയിൽ പത്മകുമാറിനാണ് നിർണായകമായ പങ്കുള്ളത് എന്നുള്ള ഒരു വാസ്തവം കൂടി പുറത്തു വരുമ്പോഴാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. അതായത് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണ തീവട്ടിക്കൊള്ളയുടെ മാസ്റ്റർ ബ്രെയിൻ പത്മകുമാറാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും സുധീഷ് കുമാറും KS ബൈജുവും അവസാനം CPM-ന്റെ സമുന്നത നേതാവായ ശബരിമലയിൽ 2 തവണ കമ്മീഷണറും 1 തവണ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന N വാസുവുമെല്ലാം പത്മകുമാർ തന്നെയാണ് സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ പങ്ക് വഹിച്ചിരിക്കുന്നത്. പത്മകുമാറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മൊഴി നൽകിയിരിക്കുന്നു. പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും ഇത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കയറി വന്ന് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ അത്രയും സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അത് പുറത്ത് മറിച്ച് വിൽക്കുന്നതിനോ ഉടച്ചുരുക്കി മറ്റൊരു രൂപത്തിൽ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നതിനോ ഒക്കെയുള്ള സംവിധാനം സൗകര്യം ഒരുക്കി കൊടുത്തത് പത്മകുമാർ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2018 മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. പത്മകുമാറിന്റെ ആറന്മുളയിലുള്ള വീട്ടിൽ വച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അടിച്ചു കൊണ്ടുപോകുവാനും ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണ കട്ടിള പടിയും ഉമ്മറവാതിലുമെല്ലാം അഴിച്ചു കൊണ്ടുപോകുവാനും ഗൂഢാലോചന നടത്തിയത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് റിമാൻഡ് റിപ്പോർട്ടിൽ SIT ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ പങ്ക് വഹിച്ചിരിക്കുന്നതും ഇതിന്റെ ഉപജ്ഞാതാവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറുമാണ് എന്ന് പറയുമ്പോൾ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഇതിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പത്മകുമാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ വരുന്നത്. അതായത് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ മാസ്റ്റർ ബ്രെയിൻ പത്മകുമാർ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇത്രയും നാളും ഈ സ്വർണ്ണക്കൊള്ളയുമായി എനിക്കൊരു ബന്ധമില്ല, ഒരു തരി സ്വർണം പോലും എൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പത്മകുമാർ പറഞ്ഞിരുന്നത് വൃഥാവിലാകുന്നു. യഥാർത്ഥ കള്ളൻ കപ്പലിൽ തന്നെ എന്ന തരത്തിലേക്ക് SIT എത്തിച്ചേർന്നിരിക്കുന്നു. പത്മകുമാറിന്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം തിരുവനന്തപുരത്തെ ഇഞ്ചക്കിലുള്ള ഓഫീസിലേക്ക് പത്മകുമാർ ആറന്മുളയിലുള്ള വീട്ടിൽ നിന്നും നടന്നാണ് എത്തിയത്. പിന്നീട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നും പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും പത്മകുമാറിന്റെ മുഖത്ത് ഒരു ചിരി തന്നെയായിരുന്നു. കാരണം പത്മകുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ദൈവതുല്യർ എന്ന് വിശ്വസിക്കുന്ന ചില ആളുകൾ ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ തരുമ്പോൾ തനിക്കത് തട്ടിക്കളയാൻ സാധിക്കില്ല. ഒരു പത്മകുമാർ മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ലല്ലോ എന്ന് മാധ്യമങ്ങളോട് പത്മകുമാർ പറയുമ്പോൾ എനിക്ക് മുകളിലും ചില ആളുകളുണ്ടല്ലോ, അവരെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അവരെല്ലാം മറുപടി പറയട്ടെ, എന്നിട്ട് അതിനുശേഷം ഞാനും മറുപടി പറയാം ആവശ്യമാണെങ്കിൽ എന്നാണ് പത്മകുമാർ അന്ന് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞ പത്മകുമാർ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന ഉപജ്ഞാതാവ് എന്ന് പറയുമ്പോൾ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ പത്മകുമാർ തന്നെയാണ് എന്ന് SIT കണ്ടെത്തിയിരിക്കുമ്പോൾ മറ്റ് അറസ്റ്റിലായ 5 പ്രതികളും പത്മകുമാറിനെതിരെ മൊഴി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാർ തന്നെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ താല്പര്യമെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊടുക്കുന്നതിനും തങ്ക കട്ടിള പാളികൾ അഴിച്ചു കൊടുക്കുന്നതിനും ദേവസ്വം ബോർഡിന്റെ മഹസറിലും രജിസ്റ്ററിലും ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത് സ്വർണ്ണപ്പാളികൾ എന്ന സ്ഥാനത്ത് ചെമ്പുപാളികൾ എന്ന് തന്റെ കൈപ്പടയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. എല്ലാ കാര്യത്തിനും പത്മകുമാർ തന്നെ നേരിട്ട് ഉത്തരവാദിത്വം വഹിച്ചു എന്ന് പറയുമ്പോൾ അവിടെയും മറ്റൊരു
ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. പത്മകുമാറിന്റെ ചിരിയും അവിടെ അർത്ഥവത്താണ്. കാരണം എനിക്ക് മുകളിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു, അവരുടെ ഉത്തരവ് മാത്രമാണ് ഞാൻ, നിർദ്ദേശം മാത്രമാണ് നടപ്പിലാക്കിയതെന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ കട്ടിളപ്പടിയും ഉമ്മറവാതിലുമെല്ലാം സ്വർണം പൂശുന്നതിന് വേണ്ടി അനുമതി തേടിക്കൊണ്ട് അന്നത്തെ 2019 ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എഴുത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് കൈമാറുകയായിരുന്നു എന്നും ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണ കട്ടിളപ്പടിയും ഉമ്മറവാതിലുമെല്ലാം പൊളിച്ചു കൊടുത്തത് എന്നാണ് പത്മകുമാർ സാക്ഷ്യം ചെയ്തിരിക്കുന്നത്. അതായത് തനിക്ക് മുകളിൽ നിന്നുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം താൻ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുമായി സ്പോൺസർഷിപ്പിന് വേണ്ടി ആദ്യം അപേക്ഷ നൽകിയത് സർക്കാരിലാണ്, ദേവസ്വം വകുപ്പ് മന്ത്രിക്കാണ് എന്ന് പറയുമ്പോൾ അവർ നൽകിയ കത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ഒരു തീരുമാനം മാത്രം എടുത്തുകൊള്ളൂ എന്ന് പത്മകുമാർ സാക്ഷ്യം ചെയ്യുമ്പോൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയിലേക്ക് SIT കടന്നു ചെല്ലും. ദേവസ്വം വകുപ്പ് മന്ത്രിയെ SIT ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഒടുവിൽ ഇതുവരെയും SIT ചോദ്യം ചെയ്ത ആളുകളെല്ലാവരെയും ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്യുകയാണെങ്കിൽ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ CPM-ന്റെ അടിത്തറ ഇളക്കി തെറിപ്പിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കടകംപള്ളി സുരേന്ദ്രനാണ് ഇനി അടുത്ത ഉന്നതൻ എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. പത്മകുമാർ പറഞ്ഞതുപോലെ എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരാളുണ്ട്, ഞാൻ ദൈവതുല്യമായി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ ആ ആൾ കടകംപള്ളി സുരേന്ദ്രനാണോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇതിനിടയിൽ ഇന്നലെ മന്ത്രി ശിവൻകുട്ടിയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ ഏതൊക്കെ ഉന്നതൻ, അത് CPM-ൽ തന്നെ ഉന്നതൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെ രക്ഷിക്കുവാൻ വേണ്ടി പാർട്ടി ഒരു കാരണവശാലും രംഗത്തെത്തില്ല എന്ന് പറയുമ്പോൾ ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ ഇവർ തമ്മിൽ പരസ്പര വൈരികളാണ് എന്നറിയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ പൂട്ടാൻ കിട്ടിയ ഏറ്റവും ആദ്യത്തെ അവസരം ശിവൻകുട്ടി ഉപയോഗിച്ചിരിക്കുന്നു. ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നു. CPM പാർട്ടിക്കാരനായാൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് കണ്ടാൽ പാർട്ടി സംരക്ഷിക്കില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ് ഇന്നലെ MV ഗോവിന്ദനും പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ആരെയും സംരക്ഷിക്കില്ല. ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അവരെ തള്ളി പറയില്ല. കുറ്റാരോപിതൻ മാത്രമാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ. എന്നാൽ കേസ് അന്വേഷണത്തിനൊടുവിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടാൽ അത് പാർട്ടിയുടെ എത്ര സമുന്നതനായാലും ശരി പാർട്ടി അയാളെ സംരക്ഷിക്കില്ല എന്നുള്ളത് MV ഗോവിന്ദനും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ പത്മകുമാർ പാർട്ടിയിലെ എല്ലാവരെയും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാർട്ടി പത്മകുമാറിനെ കൈയൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ തന്നെ പാർട്ടി കൈയൊഴുകുകയാണെങ്കിൽ താനും പാർട്ടിയെ കൈയൊഴിയും, തനിക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ തുറന്ന് SIT-യോട് പറയും എന്നുള്ള കാര്യം പത്മകുമാറും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ ഉടലെടുത്ത ചിരി തന്നെയാണ് നമ്മൾ പത്മകുമാറിന്റെ മുഖത്ത് കണ്ടത്. പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴും പത്മകുമാറിനെ വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴും പുറത്തു കാണുമ്പോഴും എല്ലാം ആ ചിരി പത്മകുമാറിന്റെ മുഖത്തുണ്ടായിരുന്നു. ആ ചിരിയുടെ പരിണിത ഫലം CPM അനുഭവിക്കേണ്ടതായി വരും. കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ആളുകളിലേക്ക് SIT നടന്നെത്താൻ ആ ചിരി കാരണമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പത്മകുമാർ ചില നിർണായക വിവരങ്ങൾ SIT-യുമായി പങ്കുവെച്ച് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ആദ്യത്തെ പടി തന്നെയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ സൂചന തന്നെയാണ് എനിക്ക് മുകളിലുള്ളവർ, അതായത് മന്ത്രിസഭയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് മന്ത്രി തലത്തിലാണ്, സർക്കാരിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്പോൺസർഷിപ്പിന് അപേക്ഷ നൽകിയിരുന്നത്. അവിടെ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് കിട്ടിയ കത്ത്, മന്ത്രിസഭ അയച്ചു നൽകിയ കത്തിന്റെ പുറത്ത് ഞാനൊരു തീരുമാനമെടുത്ത് എന്ന് പറയുമ്പോൾ, അത് പത്മകുമാർ പുറത്തു പറയുമ്പോൾ പത്മകുമാർ മന്ത്രിസഭയ്ക്കെതിരെ ആദ്യ വെടി പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള CPM-ലെ ഉന്നതർക്കെതിരെ പത്മകുമാർ തിരിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ കാര്യത്തിൽ ഇനി SIT കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ N വാസുവിനെയും അറസ്റ്റിലായ എല്ലാ പ്രതികളെയും ഒരുമിച്ചിരുത്തി പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മണി പോലെ തത്ത പറയും പോലെ പത്മകുമാർ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും. കടകംപള്ളി സുരേന്ദ്രനോ ഇനി അതിന് മുകളിലുള്ള വല്ല ഇന്ദ്രന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ദ്രനെയും ചന്ദ്രനെയും എനിക്ക് പേടിയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവരും ഈ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും ഈ കേസിനകത്തേക്ക് കൊണ്ടുവരാൻ SIT-ക്ക് സാധിക്കും. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.